ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മഞ്ഞുകാലത്ത് ഉണ്ടാകുന്ന മുഖത്തുണ്ടാകുന്ന വരൾച്ചയും അതുപോലെ കരിവാളിപ്പം നമ്മൾക്ക് പെട്ടെന്ന് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. നമ്മൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. ചുണ്ടൊക്കെ പൊട്ടി മുഖത്തൊക്കെ ഇങ്ങനെ സ്കിന്നിങ്ങനെ അടർന്ന് നിൽക്കണൊക്കെ ഒരു രൂപം വരിക, കരിവാളിപ്പ് വരിക. അത് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകൾ നമുക്ക് നോക്കാം. ഇതിലാദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മഞ്ഞുകാലത്ത് നമ്മളെ സ്കിന്ന് എപ്പോഴും ഈർപ്പം നിലനിർത്തുക എന്നുള്ളതാണ്. ഈർപ്പം നിലനിർത്താന്ന് വെച്ചാൽ ഒരു മോയ്സ്ചറൈസർ എപ്പോഴും യൂസ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന മോയ്സ്ചറൈസറിൽ ഒന്ന് തേനാണ്. തേനെ മുഖത്ത് വരട്ടി 15 മിനിറ്റിന് ശേഷം കഴുകി കളയുന്നത് ചർമ്മത്തിന് തിളക്കം നൽകാൻ ഏറ്റവും ബെസ്റ്റാണ്. രണ്ടാമത്തേന്ന് വെച്ചാൽ പാൽപ്പാടയാണ് അഥവാ മിൽക്ക് ക്രീം. തൊലി അടർന്ന് മാറുന്നതിന് ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മൾ പാൽപ്പാട. ഇതിലെ കൊഴുപ്പ് ചർമ്മത്തെ മൃദുവാക്കിയിട്ട് സംരക്ഷിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് അലവേര ജെല്ലാണ് അഥവാ കറ്റാർവാഴ. ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് അലവേര ജെല്ല് പുരട്ടുന്നത് ചർമ്മത്തിലെ വരൾച്ച കുറയാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 തരം മോയ്സ്ചറൈസറാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് മഞ്ഞുകാലത്ത് ഉണ്ടാകുന്ന കരിവാളിപ്പം മാറ്റാനുള്ള 2 ടിപ്സുകളാണ് കേട്ടോ. പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നതും വന്നാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ടിപ്സുകളാണ്. അതിൽ ഒന്നാമതെന്ന് പറഞ്ഞാൽ തൈരും മഞ്ഞളുമാണ് കേട്ടോ. നമ്മളെ തൈരിലെ ലാക്റ്റിക് ആസിഡ് കരിവാളിപ്പം മാറ്റാൻ സഹായിക്കും. അപ്പോൾ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് മുഖത്ത് പുരട്ടി 20 മിനിറ്റ് ശേഷം കഴുകി കളയുകയാണെങ്കിൽ, തൈരിലാണ് കേട്ടോ, തൈരിൽ മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തിട്ട് 20 മിനിറ്റ് നമ്മൾ പുരട്ടിയിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് കഴുകി കളയുകയാണെങ്കിൽ കരിവാളിപ്പ് മാറും കേട്ടോ. പെട്ടെന്ന് റിസൾട്ടും കിട്ടുന്നൊരു ടിപ്പാണ് കേട്ടോ. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് തക്കാളി നീരാണ്. തക്കാളി നീര് നമ്മൾ ജസ്റ്റ് മുഖത്തൊന്ന് പുരട്ടുകയാണെങ്കിൽ ഈ കരിവാളിപ്പ് പോകാൻ ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ സ്കിന്നിൽ ഈ മഞ്ഞുകാലം ഉണ്ടാകുമ്പോൾ തൊലി അടർന്ന് നിൽക്കലുണ്ട്. അത് നമുക്കൊരു സ്ക്രബ് യൂസ് ചെയ്തിട്ടാണ് നമുക്കത് കളയാൻ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് സ്ക്രബ് എന്ന് പറയുന്നത് ഓട്സും തേനും ആയിട്ടുള്ള സ്ക്രബാണ് കേട്ടോ. ഓട്സ് പൊടിച്ചതും തേനും ചേർത്ത് മുഖത്ത് മൃദുവായിട്ട് മസാജ് ചെയ്യുക. ഇത് ചർമ്മത്തിലെ മൃദുകോശങ്ങളെ നീക്കം ചെയ്യാൻ അഥവാ അടർന്നിങ്ങനെ നിൽക്കുന്ന ആ കോശങ്ങളെ നീക്കം ചെയ്യാൻ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചൂടുവെള്ളം ഒഴിവാക്കുക കേട്ടോ. അമിതമായ ചൂടുവെള്ളത്തിൽ മുഖം കഴുകുന്നത് ചർമ്മത്തിലെ സ്വാഭാവികമായിട്ടുള്ള എണ്ണമയം നഷ്ടപ്പെടുത്തും. പകരം നമ്മൾ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളമോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണം മുഖമൊക്കെ കഴുകാനായിട്ടോ. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക. നമ്മളെ ഉള്ളിൽ നിന്ന് ചർമ്മത്തെ ഹൈഡ്രേറ്റ് ചെയ്യാൻ ദിവസവും 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പുറത്ത് ഡ്രൈ ആണെങ്കിലും ഉള്ളിൽ നമ്മൾ വെള്ളം കുടിക്കുകയാണെങ്കിൽ നോർമലി അത് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ വെയിൽ കുറവാണെങ്കിലും മഞ്ഞുകാലത്ത് നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് കരിവാളിപ്പ് തടയാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ സൺസ്ക്രീനെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നാച്ചുറലായിട്ടുള്ള സൺസ്ക്രീനിൽ പെട്ടതാണ് എള്ളെണ്ണ, അതുപോലെ നാളികേരപ്പാൽ, അതുപോലെ ക്യാരറ്റ് സീഡ് ഓയിൽ. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മോയ്സ്ചറൈസറുകൾ, കരിവാളിപ്പ് മാറ്റാനുള്ളത്, അതുപോലെ സ്ക്രബ്, അതുപോലെ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഹെൽത്തി വീഡിയോസ് ആയിട്ട് വേണ്ടി വരാം. താങ്ക്